ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും. ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും കട്ടക്കറുപ്പാക്കാനായിട്ട് വീട്ടിൽ ഇതുകൊണ്ടൊന്ന് തൊട്ട് നോക്കൂ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കിടക്കാച്ചി സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആരും കളയരുത്. ഇങ്ങനെ നമ്മുടെ തലമുടിയിലേക്ക് ഒന്ന് തേച്ച് നോക്കൂ. ഞെട്ടിക്കുന്ന റിസൾട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മളിപ്പം തേങ്ങ ഒക്കെ വറുത്ത് വെക്കുന്നവരായിരിക്കും. ഒരുപാട് തേങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ വറുത്ത് വെക്കും. ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഒക്കെ വറുത്ത് വെക്കാൻ സാധ്യത കൂടുതലാണ്. കാര്യം അവർക്കൊക്കെ എളുപ്പത്തിൽ കറിയൊക്കെ വെക്കണമെങ്കിൽ തേങ്ങ വറുത്ത് വെക്കും. അപ്പോൾ ആ വറുത്ത് വെക്കുന്ന തേങ്ങയുടെ കൂടെ നിങ്ങൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കരുത്. പകരം 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ പെരുംജീരകവും അതുപോലെ തന്നെ 2 കുരുമുളക് പൊടിയും കൂടെ ഇട്ട്, പിന്നെ ഉലുവാപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട്, അതായത് നമുക്ക് എന്തോരം തേങ്ങ വേണോ അതിനനുസരിച്ച് 1 ടീസ്പൂൺ പെരുംജീരകം, ഉലുവാപ്പൊടി, പിന്നെ 2-3 കുരുമുളക് ഇട്ട് വറുത്ത് പൊടിച്ച് കുപ്പിയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ ഏത് കറിക്ക് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ് ആ ഒരു കറിക്ക്. ഇറച്ചിക്കറി ആണെങ്കിലും എന്ത് കറിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ വീടുകളിൽ ബീഫൊക്കെ മേടിക്കുന്ന ആൾക്കാരായിരിക്കും. കാര്യം അതിന് ഒരുപാട് നെയ്യ് ഉണ്ടല്ലേ. അപ്പോൾ ഈ നെയ്യ് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല തിളച്ച വെള്ളത്തിൽ ഇച്ചിരി നേരം ഇട്ട് വെക്കുവാണെങ്കിൽ തന്നെ ആ നെയ്യ് ഫുള്ള് പോകുന്നതാണ്. പക്ഷെ നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നെയ്യ് കളയാൻ ഭയങ്കര പാടാണ് അല്ലേ. നമ്മുടെ ആ സ്ക്രബ്ബറിലും നമ്മുടെ കയ്യിലും എല്ലാം ഒട്ടി പശ പോലെ ഇരിക്കുക. ഇതിപ്പോൾ എത്ര തന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പോകും. പക്ഷേ ചൂടുവെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കുളിക്കുന്ന നമ്മുടെ ഈ മണസോപ്പ് ഉണ്ടല്ലോ, ഏത് കുളിക്കുന്ന സോപ്പാണേലും മതി കേട്ടോ. ജസ്റ്റ് കയ്യിലോട്ട് തൂക്കുക, എന്നിട്ട് അതിലേക്ക് തേച്ച് കൊടുക്കുക. കണ്ട ഇതേ രീതിയിൽ കൈ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അത് പെട്ടെന്ന് തന്നെ ഇളകി പോകും. ചൂടുവെള്ളത്തിൻ്റെ ഒരു ആവശ്യവും നമ്മുടെ ഗ്യാസ് കത്തിച്ച് പിന്നെ ചൂടുവെള്ളം ഒന്ന് വെച്ച് ഒഴിക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചൂടോടെ ഉണ്ടെങ്കിൽ അതിൻ്റെ തിട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ഡിഷ് വാഷ് ഒന്നും ഉപയോഗിക്കാതെ ഈ കുളിക്കുന്ന സോപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളകിപ്പോവുകയും നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മീനൊക്കെ വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മീൻ പറ്റിയ പാത്രങ്ങളും സിങ്കുകളൊക്കെ കഴുകാൻ വേണ്ടി ഈ കുളിക്കുന്ന സോപ്പ് വളരെ നല്ലതാണ് കേട്ടോ. ഒരു മീൻകാരൻ എണ്ണം പറഞ്ഞതാണ്, അവർ ഇതുപോലെ മീൻ നമ്മുടെ സോപ്പ് ഒരുപാട് മേടിച്ചുകൊണ്ട് പോയി. കുളിക്കുന്ന സോപ്പ് ഒത്തിരി മേടിച്ചു, നല്ല മണ സോപ്പ് ഏതാണേലും മേടിച്ചുകൊണ്ട് പോകും. മേടിച്ചുകൊണ്ട് പോയിട്ട് അവരെന്താ വെച്ചാൽ അവർ മീൻ കച്ചവടക്കാരായത് കാരണം അവർ ആ ഒരു സോപ്പ് കൊണ്ടാണ് പാത്രങ്ങളെല്ലാം കഴുകുന്നത്. കാര്യം അതിൻ്റെ ഉളുമ്പും മണവും മീൻ്റെ സ്മെല്ലും എല്ലാം പോകും. നല്ല അടിപൊളിയാണ് ഈ സോപ്പ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഏത് സോപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ എത്ര കഴുകിയാലും ഒരു മെഴുക്ക് പോലെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആ പാത്രവും നമ്മുടെ സിങ്കും ഗ്യാസ് അടുപ്പും എല്ലാം നല്ല ക്ലീനായിട്ട് വെട്ടിത്തിളക്കുക നമ്മുടെ ഈ കുളിക്കുന്ന ഒരു സോപ്പ് മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് കണ്ട് നമ്മുടെ പാത്രത്തിലെ നെയ്മ് മെഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈക്കൊക്കെ തന്നെയാണെങ്കിൽ ആ ഒരു എണ്ണമയമില്ല, നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുപോലെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡ് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. കാര്യം മുട്ടയും കുഞ്ഞും എന്നൊക്കെ പറയത്തില്ല, കറുത്ത ഉറുമ്പ്, കടിക്കാത്ത ഉറുമ്പും കടിക്കുന്ന ഉറുമ്പും എല്ലാം കൂടെ വന്ന് തണുപ്പ് പറ്റിയിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷേ ഈ ഉറുമ്പ് കടിക്കുന്ന ഉറുമ്പ്, മുട്ടയും കുഞ്ഞുള്ള ഉറുമ്പ് നമ്മളൊന്നും ചെയ്യത്തില്ലെങ്കിലും ഈ കടിക്കുന്ന നല്ല ഉറുമ്പ് ഉണ്ടാവും, നല്ലപോലെ കടിക്കുന്ന കേട്ടോ. ആ ഒരു ഉറുമ്പ് കൂടെ നമ്മുടെ ഈ സെറ്റിയിലെല്ലാം കയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു മൂലയ്ക്ക് ഇങ്ങനെ പുറ്റുപോലെ ഇതിൻ്റെ ഒരു സൈഡിൽ മുഴുവനും കറുത്ത ഉറുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമ്മൾ ഇതിലെല്ലാം വെള്ളം കോരിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യാനൊന്നും അധികം ഭയങ്കര പാടാണ്. അപ്പോൾ ഇച്ചിരി പൗഡർ എടുക്കുക. പൗഡർ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുക കാര്യമൊന്നും ചെയ്യത്തുന്നില്ല കേട്ടോ. നമ്മൾ ഏത് പൗഡറാണ് ഉപയോഗിക്കുന്നത്, ഡേറ്റ് കഴിഞ്ഞ പൗഡറാണ്. നമ്മൾ ഉറുമ്പ് പൊടി ഒന്നും മേടിച്ചിടരുത്. കുട്ടികളുള്ള വീട്ടിലൊന്നും ഉറുമ്പ് പൊടി ഒന്നും മേടിച്ചിടുകയൊന്നും ചെയ്യരുത്. അപ്പോൾ അതിന് നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഉറുമ്പ് ഫുള്ളും ഇറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ. കട്ടുറുമ്പും അതുപോലെ തന്നെ നമ്മുടെ കടിക്കുന്ന ഉറുമ്പൊക്കെ നല്ല ചത്തു പോകുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും പൗഡർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോയി. ഇപ്പോൾ ഉണ്ടാകുന്ന നര, അകാല നര, മുടിയൊക്കെ ഭയങ്കര രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് അല്ലേ. എണ്ണമയൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ പറ്റിയ അടിപൊളി ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിന് പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാം. പുളിച്ച കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നപ്പോൾ ചെയ്ത് തണുപ്പിച്ച വെള്ളം എടുത്താലും മതി. പക്ഷേ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് വളരെ നല്ല എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഗുണങ്ങളൊന്നും പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്ന ഗുണങ്ങളാണ്, കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കാര്യം പറയുകയാണ്. അപ്പോൾ അതേ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ്. ഈ നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോടെ ഗ്ലിസറിനും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത്
കുറച്ച് നേരം ഒന്ന് വെച്ച് നോക്കിക്കേ. അപ്പം തന്നെ ഇതിൻ്റെ കളർ മാറുന്നതും നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതും കാണാൻ പറ്റും. നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാണ്, മുടി കിളുക്കാൻ നല്ലതാണ്, നമ്മുടെ നരച്ച മുടിക്കൊക്കെ വളരെ നല്ലതാണ്. മുടി ആർത്ത് കിളുക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകാനും മുടി നല്ല കണ്ടീഷണർ ഉപയോഗിക്കത്തില്ലേ എന്ന രീതിയിൽ മുടിയെ നല്ല സംരക്ഷിക്കാനും സഹായിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് പിന്നെ നര മാറിയില്ലെങ്കിൽ, അതായത് നമ്മൾ കെമിക്കൽ മേടിച്ചടിക്കുന്നത് പോലെ ഒന്നും നര മാറിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് കൈയെടുക്കണ്ട, ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ മുടിയെ ഒരു നരച്ച മുടിയെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ. അപ്പോൾ അതും എല്ലാവർക്കും അതിനെക്കുറിച്ചും അറിയാമായിരിക്കും, അതുകൊണ്ട് അതും പറയുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കണ്ടില്ലേ ഈ ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് രാവിലെ നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. എണ്ണമയില്ലാത്ത മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എപ്പോഴാണോ സമയം കിട്ടുന്നത് അന്നപ്പോൾ ചെയ്യുക. പക്ഷേ ഇത് രാവിലെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും ഒക്കെ ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. മാസത്തിൽ 1 ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിൽ 1 ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ കുറയുകയും നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. കെമിക്കലൊന്നും മേടിച്ച് തലവാരി അടിച്ച് മുള്ള മുടി കളയേണ്ട കാര്യമില്ല. ഇനി ഡൈ അടിക്കേ വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ഡൈയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ, കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ ഈ ഡൈ നമ്മുടെ തലയിലേക്ക് തേക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ തലയിലെ മുടിയൊക്കെ ഡൈ അടിച്ച് കറുപ്പിക്കാറുണ്ടല്ലോ, എന്നാൽ ജനിച്ച അന്ന് മുതൽ ഒട്ടും നിറം മാറാതെ എപ്പോഴും കറുത്തിരിക്കുന്ന ഒന്നുണ്ട് നമ്മുടെ കൂടെ. അതെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അറിയാവുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.